ഹായ്, നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത്. എല്ലാ പ്ലാന്റ്സും ഏകദേശം ഫ്ലവറിംഗ് ആയിട്ടുണ്ട്. ബെസ്റ്റ് ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഗ്രൗണ്ട് ഓർക്കിഡ്സ്. പോട്ടി മിക്സ് മുതലുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണിത്. ഇപ്പോൾ മെയിനായിട്ട് ഉണങ്ങിയ ചാണകപ്പൊടി, മണ്ണ്, അതുപോലെ നമ്മൾ ഇടയ്ക്ക് തൊണ്ടും മറ്റുമൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അധികം ചെളി കെട്ടുന്ന തരത്തിലുള്ള മണ്ണ് നമ്മൾ ഒരു കാരണം വെച്ചാലും ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സിന് എടുക്കരുത്. ഗ്രൗണ്ട് ഓർക്കിഡ്സ് പൊതുവെ ഇതുപോലെ നമ്മൾ പോട്ടിനുള്ളിൽ നടുന്നതിനേക്കാളും ഗ്രോ ബാഗുകൾക്കുള്ളിൽ നടുകയാണെങ്കിൽ പ്ലാന്റ് നല്ല ഹെൽത്തി ആയിരിക്കും. അത്യാവശ്യം നല്ല വെയിലും വെള്ളവും ഒക്കെ വേണ്ട ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ നന്നായിട്ട് സൺലൈറ്റ് ഒരു 4 മണിക്കൂറോളം കിട്ടുന്ന ഭാഗത്ത് വേണം നമ്മൾ ഗ്രൗണ്ട് ഓർക്കിഡ്സ് അറേഞ്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതൊരു വൈറ്റും വൈലറ്റും കൂടെ ചേർന്ന കളർ ഗ്രൗണ്ട് ഓർക്കിഡ് ആണ്. ഓർക്കിഡ് ചെടികളുടെ ചുവട്ടിൽ നിന്നിട്ട് ഇതുപോലെ ഫ്ലവറിംഗ് ബഡ്സ് വന്നുകൊണ്ടേയിരിക്കും. ആയിട്ട് നമ്മൾ പ്ലാന്റ്സ് റീപോർട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതെല്ലാം റീപോർട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സ് ആണ്. പുതിയ മുട്ടുകൾ വരുന്നുണ്ട് ഇതിനകത്തൊക്കെ. ഗ്രൗണ്ട് ഓർക്കിഡ് പ്ലാന്റ്സിന് പൊതുവേ നമ്മൾ ലിക്വിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. ചാണകസ്ലറിയും കഞ്ഞിവെള്ളവും അതുപോലെ വേപ്പുണ്ണാക്കൊക്കെ മറ്റും നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചതിന് ശേഷം അത് 2-3 ദിവസം കഴിഞ്ഞ് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓർക്കിഡ്സ് നല്ല ഹെൽത്തി ആയിട്ട് വളർന്നു വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.